सा टमाटर कितना का है? 6.5। खरगोश कितना का है? कितना का है एक को? है ना जर्मन शेपर्ड है ना, जर्मन शेपर्ड। इसका कितना है? കോഴികളാണ്, ടർക്കി കോഴികളെ എടുക്കുന്നു. നമ്മളിപ്പോൾ ഉള്ളത് കൽക്കട്ടയിലെ ജാം ബസാർ എന്ന് പറയുന്ന ബസാറിലാണ്. ജാം ബസാർ ആക്ച്വലി ഇവിടെ മൊത്തം പെറ്റ്സിനെയൊക്കെ കിട്ടുന്നതിന് ഫേമസ് ആയിട്ടുള്ളൊരു ബസാറാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബേഡ്സിനെയൊക്കെ നമുക്ക് കാണാം. ഫുൾ ബേഡ്സിനെ വയ്ക്കുന്ന കടക്കാരുണ്ട്. കൂടുതലും ബേഡ്സാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ബേഡ്സാണ്. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ സൈഡിൽ ബേഡ്സ്, ഇവിടെയും ബേഡ്സിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ കൂടും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് ഇവിടെ. പിന്നെ ഇങ്ങോട്ട് വന്നത് പട്ടീനെ കണ്ടോ? ഇവിടെ പട്ടി കുട്ടികളുണ്ട്. കുട്ടികൾ भैया ये कौन सा ब्रीड है? कौन सा टमाटर कितना का है? 6.5। ये कौन सा ब्रीड है? जर्मन कितना का है? 3,500. 3,500 രൂപയ്ക്കാണ് ഇത് പറയുന്നത്. ഓരോ ഇത് ലാബുണ്ട്. वो जर्मन है, जर्मन शेपर्ड हाँ, जर्मन शेपर्ड है. जर्मन शेपर्ड का कितना का है? जर्मन शेपर्ड ये वाला है കണ്ടോ? ഇവിടെ മൊത്തം പെറ്റ്സ് ദേ പാൽ കുടിക്കുന്നത് മൊത്തം പട്ടികളാണ്. ഇവിടെ മൊത്തം ലാബ് മൊത്തം നമുക്ക് കാണാതെ നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ വന്നു കഴിയുമ്പം जर्मन शेपर्ड ആണ്. जर्मन शेपर्ड ये जर्मन है ना, जर्मन शेपर्ड है ना, जर्मन शेपर्ड. इसका कितना है? बीगल ഇവിടെയുണ്ട്. മൊത്തം പട്ടിക്കുട്ടികളാണ് ഇവിടെ മൊത്തം വരുന്ന പട്ടിക്കുട്ടികളുടെ ഒരു ഷോപ്പ്. ബേഡ്സിനെ നമ്മൾ കണ്ടു, അതുപോലെ തന്നെ പട്ടിക്കുട്ടികളാണ് ഈ ഒരു ഏരിയ മൊത്തം ഡിഫറെൻറ്റ് ബ്രീഡുകളിലുള്ളത്. പിന്നെ ഈ സൈഡിൽ മൊത്തം ബേഡ്സാണ്. ഇവിടെ താഴെ വരുമ്പോൾ മുയലും കുഞ്ഞുങ്ങൾ, ഇത് മൊത്തം മുയൽ, ആ മുയലും കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ. പിന്നെ ഇതുണ്ടോ ഇവിടെ താഴോട്ട് വരുമ്പോൾ ഇവിടെയും പിന്നെയും ബേഡ്സും പ്രാവും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. എല്ലാം ലവ് ബേഡ്സ് അതുപോലത്തെ ടൈപ്പ് ബേഡ്സാണ്. ഇത് കാണാതെ മേളിലോട്ട് നോക്കുകയാണെങ്കിൽ ഫുൾ അങ്ങറ്റം വരെ കിടക്കുവാണ്. അങ്ങറ്റം വരെ ആൾക്കാരാണ് ഈ പെറ്റ് ഷോപ്പിൽ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കൽക്കത്തയുടെ ഏറ്റവും വലിയ പെറ്റ് ഷോപ്പാണ് കേട്ടോ ഇത്, ശ്യാം ബസാർ എന്ന് പറയുന്നത്. ചെറിയ രീതിയിൽ പെറ്റ്സിനെ വാങ്ങിച്ച് വിൽക്കുന്നവരുണ്ട്, വലിയ രീതിയിൽ വിൽക്കുന്നവരുണ്ട്. ഇതിൻ്റെ കേജ് മാത്രമായിട്ട് ഉണ്ടോ, ഓരോരുത്തരായിട്ട് ഇങ്ങനെ വിൽക്കുന്നതാണ്. ഇവിടെ നോക്കുവാണെങ്കിൽ ये भाई खरगोश कितना का है? खरगोश कितना का है? कितना का है एक को? कितना? 200. 200 രൂപയ്ക്ക് ഒരു മുയലും കുഞ്ഞ്. പിന്നെ അതെ എലിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ? എലിക്കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ
വെറൈറ്റി ഒരു മാർക്കറ്റാണ്. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു മാർക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതാണ്. ഇത് കണ്ടോ, ഗിനി പിഗുകൾ, ഗിനിപ്പന്നികൾ. ഗിനിക്കോ കിട്ടുന്നേ 100 രൂപ, 1000 രൂപയാണ് ഗിനി പിഗിന് കേട്ടോ. പിന്നെ കുഞ്ഞു മുയൽ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. മുയലിനെ കണ്ടു, പട്ടീനെ കണ്ടു, പിന്നെ ഈ ബേർഡ്സിനെ കണ്ടു. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ളൊരു മാർക്കറ്റ് പ്ലേസ് ആണ് ഇത്. ഇവിടെ വരുമ്പോഴാണ് പ്രാവ്. ഇത് മൊത്തം പ്രാവിൻ്റെ സെക്ഷനാണ്. പ്രാവുണ്ട്, മുയലുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഈ കൂട്ടിനുള്ളിൽ ഇടുമ്പോൾ നമുക്കൊരു സങ്കടമൊക്കെ വരും. പക്ഷേ ഇതിവിടെ ഒരു നോർമലായിട്ട് ആൾക്കാർ കച്ചവടം ചെയ്യുന്ന ഒരായതുകൊണ്ട് നമുക്കൊന്നും പറയാനും പറ്റില്ല. പക്ഷേ ഇറ്റ്സ് കൈൻഡ് ഓഫ് പെയിൻഫുൾ. എൻ്റെ ഇതുണ്ടോ, ഇതെല്ലാം ഈ ഫെതേഴ്സുള്ള, ഡിഫറെൻറ്റ് ഫെതേഴ്സുള്ള പ്രാവുകളാണ്. നോക്കി, നല്ല രസമുണ്ടല്ലേ. ये कौन सा है भैया, इसका नाम क्या है? लोकुआ. कितना है इसका? 500 रुपये. ഇത് ഈ ഒരു ബ്രീഡ് ലൊക്വ എന്നാണ് ഇവിടെ ലോക്കലി അറിയപ്പെടുന്നത്. ഇതിൻ്റെ റിയൽ നെയിം അറിയാവുന്നവരുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ എന്നാ പറയുന്നത് എനിക്കറിയില്ല. ഇതിന് 500 രൂപയാണ് ഈ ഒരു ഇതിനൊരു. इसको ये जोड़ी में देता है दो को 500. 1200 റുപ്യാണ് അതിന്. പിന്നെ ഇവിടെ ഈ ഒരു ഏരിയ മൊത്തം പ്രാവുകളാണ് കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രാവുകളാണ് ഈ ഒരു സൈഡ് മൊത്തം. പ്രാവുകൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് മൊത്തം കോഴികളാണ്. ഇതിനെല്ലാം കെട്ടിയിട്ടുണ്ട് കേട്ടോ, ഇതിനെല്ലാം കെട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് വിൽക്കുന്ന ആൾക്കാരുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ്. ഇത് കണ്ടോ, ഇവിടെ വരുമ്പോഴേക്കും കോഴി കുഞ്ഞുങ്ങളാണ്. ഇതെല്ലാം കോഴി കുഞ്ഞുങ്ങളാണ്. ഈ മുർഗിയാണ്, മുർഗി. ഭയ്യ കിतना है एक को? 60 रुपये. ഭയങ്കര കുറവാണ്. പിന്നെ ടർക്കി കോഴികളാണോ, ടർക്കി കോഴികളുണ്ട് ഇവിടെ. ഇത് മൊത്തം ടർക്കി കോഴികളാണ്. ടർക്കി കോഴികളെ എടുക്കുന്നു. ഭയ്യ കിतना है टर्की को? चलो सर. അങ്ങനെ ഡിഫറെൻറ്റ് റേറ്റിലുള്ള ആണ് ഇത്. പിന്നെ ഇവിടെ ഈ സൈഡിലോട്ട് വരുമ്പോഴേക്കും ഇലക്ട്രോണിക് ഷോപ്പുകളാണ്. ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണ് കേട്ടോ. അതെല്ലാം ഇവിടെ വിൽക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഫിഷ് ബൗള് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഫിഷ് ബൗള് അങ്ങനത്തെ സാധനങ്ങൾ. ഇവിടെ ഒരാളുടെ കയ്യിൽ കോഴിക്കുഞ്ഞുണ്ട്, വാങ്ങിച്ചിട്ട് വെക്കുന്നതാണ്. പിന്നെ ഈ സൈഡ് നമ്മൾ ആനിമൽസിനെല്ലാം കണ്ടു കഴിഞ്ഞത് ഈ സൈഡിലോട്ട് വരുമ്പോഴേക്കും ചെയ്ത് നോക്കിയേ, ഇത് മൊത്തം ഫിഷാണ്. ഇതെല്ലാം നമ്മുടെ ഗപ്പി പോലത്തെ മീനുകളാണ്. പിന്നെ ഗോൾഡ് ഫിഷ് ഉണ്ട്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫിഷുകളാണ് ഇതെല്ലാം മൊത്തം വന്നേക്കുന്നത്. ഇതെല്ലാം ഇങ്ങനെ കവറിൽ ആക്കി ആൾക്കാർ കൊടുക്കുന്നുണ്ട്. പിള്ളേരെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ എന്നാ ബൗളൊക്കെ ഉണ്ട് ഇത് വാങ്ങിക്കാനും. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ഇടയ്ക്ക് ചെടിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. ഈ ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫിഷുകൾ മാത്രമുള്ള ഒരു ഏരിയ. ആൾക്കാർ കൊണ്ടുവന്ന ഫിഷ്. ആൾക്കാർ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ, കുറേ ഫിഷുകളിങ്ങനെ ഇട്ടേക്കുവാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് മൊത്തം ഫിഷുകളാണ്. ഗപ്പി അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫിഷുകൾ ഇവർ വെച്ചിട്ടുണ്ട് കൊടുക്കാനൊക്കെ ആയിട്ട്. എന്നിട്ട് ഇതിനെല്ലാം കവറാക്കി ഇതുപോലെ പ്ലാസ്റ്റിക് കൂടുകളിൽ ആക്കിയിട്ട് ഇവർ കൊടുക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ തൂക്കിയിട്ടേക്കുവാ ഓരോന്നിങ്ങനെ കൊടുക്കാനായിട്ട്. ഓരോരോ റേറ്റുകളാണ്. ഇതിൻ്റെ റേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹിന്ദിയിലാണ് പറയുന്നത്. എനിക്ക് കാരണം മിക്ക റേറ്റുകളുടെയും എത്രയാണെന്ന് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. ഹിന്ദി സംസാരിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, ഇതിൻ്റെ നമ്പേഴ്സ് അറിയില്ല. ഇത് ഫൈറ്റർ ഫിഷാണെന്ന് തോന്നുന്നു കേട്ടോ. ഫൈറ്റർ ഫിഷ് ഉണ്ടോ, നമ്മുടെ നാട്ടിലെ ഫൈറ്റർ ഫിഷ് പോലെ തന്നെ ഫൈറ്റർ ഫിഷാണ്. ഇത് ജാറിലാക്കി ഇവർ വെച്ചേക്കുന്നത്. ഇവിടെ മൊത്തം വെള്ളമാണ്. ഈ മീനിൻ്റെ കച്ചവടമായതുകൊണ്ട് തന്നെ മൊത്തം വെള്ളം നിറഞ്ഞ് മൊത്തം അഴുക്കാണ്. ഈ ഒരു ഡബ്ബയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം എല്ലാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫിഷുകളാണ്. അങ്ങോട്ട് അകത്തോട്ട് പോയി കഴിഞ്ഞാലും ഉണ്ട് കേട്ടോ. അവിടെ എല്ലാം ഫിഷിൻ്റെ ഇങ്ങനെ
വലിയ ഡബ്ബകളിലാക്കിയിട്ട് ഇവരിങ്ങനെ വെച്ചേക്കുക. എന്നിട്ട് ഓരോ കവറിലാക്കിയിട്ട് ഇവർ കൊടുക്കും. ഇവിടെ നോക്കാം. तो ये क्या है? वो खाना है वो इसके लिए? हाँ मछली का खाना. ഇത് മീനുള്ള ഫുഡാണ് കേട്ടോ. ഇതെന്തോ അനങ്ങുന്നുണ്ട്. അതിൻ്റെ പേര് എനിക്കറിയാം, ഞാനത് മറന്നുപോയി. അപ്പോൾ ഞാൻ ഓരോ ഫിഷിംഗ് വീഡിയോസിലൊക്കെ അതിൻ്റെ ഇത് കണ്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ ലൈവ് ആൽഗെ പോലത്തെ എന്ത് സാധനമാണ്, റെഡ് ആൽഗയാന്ന് തോന്നുന്നു, അതിങ്ങനെ കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും ഇവിടെ കിട്ടും. ഫിഷിനുള്ള ഫുഡും ഇവിടെ കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ഫ്ലവേഴ്സിൻ്റെ ഒരു ഇതുണ്ട്. ഇങ്ങനെ ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. അതുപോലെ തന്നെ അക്വേറിയത്തിൽ ഇടാൻ പറ്റുന്ന കല്ലുകളൊക്കെ ഇവിടെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ അതിന് ഫിഷ് ഫീഡ് അതുപോലെയുള്ള ഡിഫറെൻറ്റ് സാധനങ്ങളെല്ലാം അവൈലബിൾ ആണ് ഇവിടെ. അപ്പോൾ ഇതാണ് ഗൈസ് ശ്യാം ബസാർ. ശ്യാം ബസാറിൽ നമ്മളവിടുത്തെ പെറ്റ് ഷോപ്പുകൾ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫിഷ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. ഫിഷിൻ്റെ മാർക്കറ്റ് കണ്ടു. അതുപോലെ തന്നെ പട്ടികളെ വിൽക്കുന്ന സ്ഥലങ്ങൾ, അങ്ങനെയുള്ള എല്ലാ ടൈപ്പിലെ സാധനങ്ങളും കണ്ടു. ബേസിക്കലി ഒരു പെറ്റുകളെ വാങ്ങിക്കാൻ പറ്റുന്നവർക്ക് കൽക്കട്ടയിൽ വന്നു കഴിഞ്ഞാൽ പെറ്റ് ഷോപ്പായിട്ട് നമ്മൾ കാണുന്ന ഒരു ഇൻഫോർമൽ രീതിയിൽ നടക്കുന്ന ഒരു മാർക്കറ്റാണ് കേട്ടോ ശ്യാം ബസാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൽക്കട്ടയിലെ ഒരു ബസാറാണ്. കൽക്കട്ട ഇഷ്ടംപോലെ ബസാറുണ്ട്. അതിലുള്ള ഒരു ബസാറിൻ്റെ പേരാണ് ശ്യാം ബസാർ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇപ്പം ഇത് പിന്നെ നമ്മൾ ആ ന്യൂ മാർക്കറ്റിലോട്ട് തന്നെയാണ് എത്തുന്നത്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന സ്ഥലമാണ് ശ്രീ ലെതേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലെതർ ഷോപ്പ് കൽക്കട്ടയിൽ. അപ്പം ഇങ്ങനെ പോകുമ്പോഴേക്കും ഇവിടെ പിന്നെ നമുക്കറിയാം ഇതുപോലെ തന്നെ ചപ്പൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്ത് തന്നെ ടൈറ്റൻ അതുപോലെയുള്ള വലിയ ബ്രാൻഡുകൾ ഇപ്പുറത്തുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിൽ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ നോർമലായിട്ടുള്ള സ്ട്രീറ്റിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതുണ്ടോ, നല്ല നല്ല ഡ്രസ്സസും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു ഹൈലി ലൈവ്ലി ആയിട്ടുള്ളൊരു പ്ലേസാണ് ന്യൂ മാർക്കറ്റ് എന്ന് പറയുന്നത്. കൽക്കട്ടയുടെ തന്നെ ഫേമസ് മാർക്കറ്റ് പ്ലേസുകളിൽ ഒന്നാണ്. അപ്പോൾ ഇതാണ് ന്യൂ മാർക്കറ്റ്. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പ്രാവശ്യത്തെ വ്ളോഗ്. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.